സ്വാമിശരണം സന്നിധാനം മാളികപ്പുറം. മാളികപ്പുറത്ത് തിരക്ക് ഇപ്പോൾ വളരെ കുറവാണ്. സ്വാമിമാരുണ്ട്, പക്ഷെ തിരക്ക് കുറവാണ്. ഞാൻ NSS ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. സിവിൽ ദർശന ക്യൂ അതിൻ്റെ ഭാഗത്ത് കൂടെ ആ ഏരിയ കൂടെയാണ് വരുന്നത്. അയ്യപ്പന്മാർ തൊഴുത് ഒക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അയ്യപ്പന്മാർ നെയ്മുദ്ര പൊട്ടിക്കുന്നതും അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇവരൊക്കെ ഇപ്പോൾ വന്ന് 1 മണിക്ക് മുന്നേ അഭിഷേകം ചെയ്യാനുള്ള ഇതാണ്. ചില ആളുകളൊക്കെ കെട്ടഴിച്ച് മുദ്ര പൊട്ടിച്ചു അഭിഷേകത്തിന് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സിവിൽ ദർശനത്തിനുള്ള ക്യൂ. ഇത് മാളികപ്പുറത്തിന് തൊട്ട് മുകളിൽ നിന്നാണ് സിവിൽ ദർശനത്തിനുള്ള ക്യൂ ആരംഭിക്കുന്നത്. ആഴിയിലേക്കുള്ള വഴി. പിന്നെ ഈ പടി കാണുന്നത് നമ്മൾ മാളികപ്പുറത്തേക്ക് കയറാനുള്ള വഴിയാണ്. മാളികപ്പുറത്തേക്ക് സിവിൽ ദർശനത്തിലേക്ക് മുകളിലേക്ക് വേണ്ട ഫ്ലൈ ഓവറിലൂടെയാണ് സിവിൽ ദർശനം. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ ഇവിടെയാണ് നമ്മളെ നെയ്യഭിഷേകം, മലരഭിഷേകം, അതിനൊക്കെ ടോക്കൺ ടിക്കറ്റ് എടുക്കുന്നത്. ഇത് റൈസ് കൗണ്ടറാണ് ഇതിന് തൊട്ട് താഴെ കാണുന്നത്. പിന്നെ അയ്യപ്പൻ്റെ സ്വന്തം പോസ്റ്റ് ഓഫീസ്, അയ്യപ്പന് മാത്രമായിട്ട് ഒരു പിൻകോഡുള്ള പോസ്റ്റ് ഓഫീസ്. മാളികപ്പുറത്തേക്ക് കയറുന്ന ഈ സ്റ്റെപ്പിന് താഴെയായിട്ടാണ് പോസ്റ്റ് ഓഫീസ്. നമുക്ക് ഈ വഴിയിൽ താഴേക്ക് പോയാൽ അക്കോമഡേഷൻ ഓഫീസ്, പോലീസ് ബാരക്ക്, ആര്യാസിൻ്റെ നല്ലൊരു ഹോട്ടലുണ്ട്, പിന്നെ ധനലക്ഷ്മി ബാങ്ക്. സന്നിധാനത്ത് വരുന്ന പണവും എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് ഇവിടെയാണ്. കടകളിലൊക്കെ തിരക്കുണ്ട്. സിവിൽ ദർശനം ഇപ്പോൾ ഇതിൽ അനുവദിക്കുന്നില്ല. മാളികപ്പുറം വഴിയാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യഭിഷേക ടോക്കൺ കൗണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിയിൽ തന്നെ. പിന്നെ ഈ സ്റ്റെപ്പ് കാണുന്നത് നമ്മളെ സന്നിധാനത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ നമുക്ക് താഴെ കൂടെ നമുക്ക് തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ അഭിഷേകത്തിന് പോകാൻ പറ്റും. അഭിഷേകം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സായിമാരെ നമുക്ക് കാണാം. കഴിഞ്ഞ് നെയ്പാത്രമായിട്ട് വരുന്ന അയ്യപ്പന്മാരെ നമുക്ക് കാണാം. പൊതുദർശനം അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ മഹാകാണിക്കവഞ്ചിയോട് അടുത്ത് കാണുന്നതാണ്. സ്റ്റാഫുകളൊക്കെ മുകളിലേക്ക് സന്നിധാനത്തേക്കും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന വഴി. ഈ വഴിയിലാണ് നമുക്ക് ആഴിയിലേക്ക് പോകാനുള്ള വഴി. ആ വഴിയിൽ തന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ള നിവേദ്യം, നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന വെള്ളരി, കുത്തിയരി,
ഈ രണ്ടരികളും നമ്മൾ അവിടെ കൊടുത്താൽ നമുക്ക് ശർക്കര നിവേദ്യം വെള്ള നിവേദ്യം കിട്ടും. ഇത് വാവൽ സ്വാമി ഇതാണ് ഒരു വാവയുടെ പ്രതിനിധിയായിട്ട് ഒരാൾ നമുക്കവിടെ ഉണ്ട്. അവർ നമുക്ക് ഭസ്മമൊക്കെ തരുന്നുണ്ട്, പ്രസാദം നൽകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നടപ്പന്തലിലേക്ക് ഇറങ്ങി. ഇതാണ് സന്നിധാനം ഓഡിറ്റോറിയം. നടപ്പന്തലിലുള്ള ഓഡിറ്റോറിയമാണ്. ഇവിടെ വൈകുന്നേരങ്ങൾ പ്രോഗ്രാമുകൾ ഉണ്ടാവാറുണ്ട്. അഭിഷേകത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനെട്ടാം പടി കയറുന്ന അയ്യപ്പന്മാരെയാണ് നമ്മൾ ഈ കാണുന്നത്. കയറാൻ നിൽക്ക് തയ്യാറാകുകയും ആൽമരത്തിന് ചുവട്ട് ആഴിക്ക് സമീപം 18 പടി കയറാൻ തയ്യാറായിരിക്കുന്ന സ്വാമിമാരെയാണ് കാണുന്നത്. ചെറിയ തിരക്ക് ഉണ്ട്, അത് ക്യൂ ചെയ്ത് പിടിച്ചു വിടുന്നത് കൊണ്ടാണ്. ഫുള്ളായിട്ടാണുള്ളത്, എല്ലാം ക്യൂ നിറഞ്ഞിരിക്കുകയാണ്. അയ്യപ്പ ദർശനം തേടി സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തരുടെ 18-ാം പടിയിലെ ഇരുവശങ്ങളിലും കരികൾ പേരുകളിൽ 4 പേരെ കൊടുക്കപ്പെടും. മറ്റുള്ള അയ്യപ്പ ഭക്തർ രീതിയിൽ പീഠങ്ങളുടെ അടുത്തേക്ക് പരമാവധി അടുത്ത രീതിയിൽ അറിയിച്ചുകൊള്ളും. നമുക്കിവിടെ ചുക്കുവെള്ളമുണ്ട്, അതുപോലെ ബിസ്ക്കറ്റ് ഉണ്ട്. നടപ്പന്തലിൽ നമുക്ക് എല്ലാ ചുക്കുവെള്ള പോയിന്റിലും ബിസ്ക്കറ്റും ചുക്കുവെള്ളം കൊടുക്കുന്നുണ്ട്. അത് അയ്യപ്പന്മാർക്കും മണികണ്ഠന്മാർക്കും വളരെ ഉപകാരമാണ്. പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസ്, SBI ബാങ്കിൻ്റെ ATM കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്.